അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ മെനു എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് നല്ല കുത്തിരി ചോറുണ്ട്, കുറച്ച് കക്ക ഇറച്ചി റോസ്റ്റ് ചെയ്തതുണ്ട്, നമ്മുടെ നന്ദൻ അല്ലെങ്കിൽ ചൂട എന്ന് പറയുന്ന മീൻ മാങ്ങ ഇട്ട് പീര പറ്റിച്ചതുണ്ട്, കുറച്ച് പാവയ്ക്ക കൊണ്ടാട്ടം, പിന്നെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങ അച്ചാറിട്ടത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, എനിക്കിവിടെ ഒരു മലയാളി സ്റ്റോറിൽ നിന്ന് കിട്ടിയത്, ഞാൻ തന്നെ അച്ചാറിട്ടതാണ്. ചില ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മളെ വല്ലാതെ കൊതിപ്പിക്കും, നമ്മുടെ പഴയ ചില ഓർമ്മയിലേക്കൊക്കെ കൊണ്ടുപോവേ. അപ്പം ഇന്ന് ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം പ്രത്യേകിച്ച് കക്ക റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ കക്ക, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കക്ക ആ ചെറിയ കക്കയല്ല കിട്ടുന്നത്, നമുക്ക് ഫ്രോസൺ ആയിട്ട് പാക്കറ്റിൽ, അത് അത്യാവശ്യം ഒരു ഇച്ചിരി മീഡിയം സൈസിലുള്ള കക്കയാണ്. ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലെ കക്കയാണ് നല്ലത് കേട്ടോ. എങ്കിലും ഇത് മോശമൊന്നുമല്ല, അത്യാവശ്യം നമ്മൾ കുരുമുളകൊക്കെ ഇട്ടങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കയുടെ അതേ ഏകദേശം രുചിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, ഈ കക്ക പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ചെന്നിത്തലയിലൊക്കെ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ ഈ മിക്കവാറും അത് വീട്ടിൽ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കൊണ്ടുതരുന്ന ചേച്ചിമാരിങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട്, അവർ കൊണ്ടുവരും. അപ്പോൾ അവർ ചരുവത്തിൽ ഇതുമായിട്ട് ഇങ്ങനെ വരുമ്പം അവരുടെ കയ്യിൽ നാഴി പോലെ ഒരു ചെറിയ പാട്ട പോലത്തെ ഒരു അളക്കുന്ന സാധനമാണ്, അതിനകത്ത് ഇങ്ങനെ അളന്നാണ് കക്കയൊക്കെ തരുന്നത്. അപ്പം എപ്പോൾ കിട്ടിയാലും ഞങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ട് മമ്മി വാങ്ങിച്ചിട്ട് മമ്മി ഒന്നീ തോരൻ വെക്കും, ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മമ്മി ഒരു കുഴമ്പ് പരുവത്തിൽ, അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കക്ക കണ്ടിട്ടുള്ളത് പറഞ്ഞാൽ എറണാകുളത്ത് എൻ്റെ കല്യാണത്തിന് ശേഷം അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. എവിടെ പോയാലും എവിടെ തിരിഞ്ഞാലും കക്ക കിട്ടും, കക്കക്കോ ഒരു ക്ഷാമമില്ലാത്തൊരു സ്ഥലം. പ്രത്യേകിച്ച് വരാപ്പുഴ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കക്കകളുടെ സംസ്ഥാന സമ്മേളനമാണ്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഏത് തരത്തിലെ വേണം, ഏത് സൈസിലെ വേണം, സത്യം പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം കക്ക കഴിക്കാൻ സുലഭമായിട്ട് കിട്ടിത്തുടങ്ങിയത്, ഒത്തിരി കഴിച്ചിട്ടുള്ളതും കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വന്നിട്ട്. പക്ഷെ ഇതിലൊക്കെ പറയാനെന്ന് പറഞ്ഞാൽ എൻ്റെ എറണാകുളത്തെ അമ്മച്ചി, അതായത് അച്ഛൻ്റെ മമ്മി കക്ക ഇറച്ചി വെക്കും, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. അതിനോട് കിട പിടിക്കാൻ മാറ്റി വെക്കാൻ ഒന്നുമില്ല. കാരണം അത് അമ്മച്ചി ഞങ്ങൾക്ക് പലപ്പോഴും പാഴ്സലൊക്കെ തന്നു വിടാറുണ്ട്. അത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെറിയ ഉള്ളിയോ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഉപയോഗിക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിങ്ങനെ അടുപ്പിൽ കിടന്നിങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും, അത് അതിൻ്റെ പാകമൊക്കെ. അമ്മച്ചി അതുണ്ടാക്കി തരുന്നത്, അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ. ആ കുരുമുളകും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട്, ഓ എൻ്റെ പൊന്നോ, ഇതുപോലെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മിസ്സാകുന്നുണ്ട് അമ്മച്ചിയുടെ ആ ഒരു കക്ക ഇറച്ചി. കാരണം ഞാൻ പതിവ് കഴിച്ചിട്ടുള്ളതൊന്നും വ്യത്യസ്തമാണ്, അതുപോലെ വേറെ എങ്ങും ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പം ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഉണ്ടാക്കുന്ന കക്ക ഇറച്ചി ശരിക്കും മിസ്സാകുന്നുണ്ട്. പിന്നെ ഇന്ന് അതുപോലെ തന്നെ ആ ചെറിയ ചൂടയില്ലേ നന്ദൻ, അത് മാങ്ങയൊക്കെ ഇട്ട് പീര പറ്റിച്ചപ്പോഴത്തേക്കിന് എനിക്ക് വല്ലാതെ എൻ്റെ അമ്മച്ചീനെ മിസ്സായി, എൻ്റെ പപ്പയുടെ അമ്മേനെ. എൻ്റെ പപ്പയുടെ അമ്മ ഉണ്ടാക്കുന്ന മീൻ പീര, സത്യം പറഞ്ഞാൽ ഞാൻ ഓടി ചെല്ലുമായിരുന്നു, ക്ലാസ്സൊക്കെ വിട്ടിട്ട് ഓടി ചെല്ലും അമ്മച്ചീൻ്റെ അടുത്ത്, എനിക്ക് ഇച്ചിരി ചോറും മീൻ പറ്റിച്ചതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എനിക്ക് ഒത്തിരി മിസ്സാകുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മമ്മി ഉണ്ടാക്കുന്ന കറികളൊക്കെ എനിക്ക് മിസ്സാകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ പലതും ഉണ്ടാക്കുമ്പം പണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു രുചിയും അവർ ആ വിളമ്പി തന്നതും അവരുടെ ആ സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുവേ. അപ്പം ഞാനീ പറഞ്ഞ കഥയിൽ എൻ്റെ അമ്മച്ചി ഇന്നില്ല. അപ്പം എങ്കിലും ഇന്ന് ഞാനിങ്ങനെ കുക്ക് ചെയ്തപ്പോഴത്തേക്കിന് എൻ്റെ ഓർമ്മയിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ പോവായിരുന്നു. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഉച്ചയൂണും ചെറിയ ചെറിയ കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഒത്തിരി രസകരമായ അനുഭവങ്ങൾ, ചിരിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടു പോകുന്നതുമായ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്കിനി വീണ്ടും കാണാം, സംസാരിക്കാം. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.